ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിന് യൂസ്ഫുള്ളാവുന്ന EVSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് 2 വീഡിയോയുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളം മീഡിയം അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെയും ക്ലാസ്സുകൾ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും റെഡിയാണല്ലോ? പാർട്ട് 1 വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു EVS ആണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ മക്കളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ലേ? അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? ഇനി ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടുണ്ട്. ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ചാനലിൽ 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് അവൈലബിൾ ആവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇത്തരത്തിലുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫർ തീരുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. ആക്ടിവിറ്റി 4 ആദ്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ആർട്ട് ആൻഡ് ഫെയർ എന്നതാണ് കേട്ടോ. നമുക്ക് അടുത്തതും ആർട്ട്, കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, സെലക്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു രാജാ രവിവർമ്മ ഫ്രം ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. രാജാ രവിവർമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിലും അദ്ദേഹത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ നോക്കിക്കേ, എ ഗ്രേറ്റ് റൂളർ ഹു കമ്പോസ്ഡ് അബൌട്ട് 500 classical music composition, a great painter, founded Kerala Kalamandalam അല്ലേ. അതായത് നോക്കിക്കുക, മഹാനായ ഒരു ചിത്രകാരനാണ്. പിന്നെ ആദ്യത്തെ എന്താണ്, 500ഓളം ശാസ്ത്രീയ സംഗീത കൃതികൾ രചിച്ച മഹാനായ ഭരണാധികാരി, പിന്നെ മഹാനായ ചിത്രകാരൻ, അതുപോലെ തന്നെ ഫൗണ്ടഡ് കേരള കലാമണ്ഡലം, അതായത് കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അതുപോലെ തന്നെ പ്രസിദ്ധ ഭരതനാട്യ വിദഗ്ധൻ അല്ലേ, ഭരതനാട്യത്തിന് എക്സ്പേർട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് പോയിന്റ് അതാണ്, ഫേമസ് ഭരതനാട്യം എക്സ്പേർട്ട് എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് നമുക്കവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് അദ്ദേഹത്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, 500ഓളം ശാസ്ത്രീയ സംഗീത കൃതികൾ രചിച്ചിട്ടുള്ള മഹാനായ ഭരണാധികാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു മഹാനായ ചിത്രകാരനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫേമസ് ഭരതനാട്യം എക്സ്പേർട്ട് അല്ലേ, അതായത് പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭരതനാട്യ വിദഗ്ധനാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. യെസ്, ഒരു മഹാനായിട്ടുള്ള ചിത്രകാരനാണ് അദ്ദേഹം എന്ന് പറയുന്നത് കേട്ടോ. മഹാനായിട്ടുള്ള ഒരു ചിത്രകാരൻ, എ ഗ്രേറ്റ് പെയിൻറ്റർ എന്നതാണ് നെക്സ്റ്റ് അദ്ദേഹത്തെക്കുറിച്ച് അതിൽ പറയുന്ന കറക്റ്റ് ആയ പോയിന്റ് ഉള്ളത് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കുക മക്കളെ, ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ഏതൊക്കെ ഉത്സവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ പരിചയപ്പെടുന്നുള്ള ഓരോ ആഘോഷങ്ങളെക്കുറിച്ചുള്ള അവയുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് മക്കൾ അറിഞ്ഞിരുന്നാൽ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിക്കുക മക്കളെ, എന്താണ്, കുടമാറ്റവും വെടിക്കെട്ടും പ്രധാന ആകർഷകങ്ങളാണ്. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ് മക്കളെ. യെസ്, തൃശ്ശൂർ പൂരമാണ് അല്ലേ. ഏതാണ്, തൃശ്ശൂർ പൂരമാണ് വരുന്നത് കേട്ടോ. തൃശ്ശൂർ പൂരമാണ് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ നോക്കിക്കുക മക്കളെ, എന്താണ്, ചിങ്ങമാസത്തിൽ അല്ലേ, ചിങ്ങമാസം പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ജാതി മത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കുന്ന ഉത്സവം ഏതാണ് മക്കളെ. ആ ഒരു മന്ത് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ചിങ്ങമാസമാണ്. അതുപോലെ ജാതി മത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ. യെസ്, നമ്മുടെ ഓണമാണ് അല്ലേ, നമ്മുടെ ഓണമാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ, ആറന്മുള, ചമ്പക്കുളം, പുന്നമട എന്നിവിടങ്ങളിൽ ആഘോഷിക്കുന്ന ആ പേരുകൾ കേട്ട. പുന്നമട എന്നൊക്കെ പറഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ ആൻസറിലോട്ട് ഏതാണ്, ബോട്ട് റേസ്. ഏതാണ് മക്കളെ, വള്ളം കളിയാണ് അല്ലേ, വള്ളം കളിയാണ്. അപ്പം വള്ളംകളി എന്താണെന്നും ഓണം എന്താണെന്നും തൃശ്ശൂർ പൂരം എന്താണെന്നും എന്നതിനെക്കുറിച്ച് മക്കൾക്ക് അറിയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഇനി നമുക്ക് അതിൽ തന്നെ 4ാമത്തെ പ്രവർത്തനത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് കലാരൂപങ്ങൾ, ആർട്ട് ഫോംസ് എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിൽ പറഞ്ഞത്
നൽകിയിരിക്കുന്ന കലാരൂപങ്ങളുടെ പേരുകൾ നോക്കൂ, തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി പേരുകൾ കണ്ടെത്തി എഴുതൂ എന്നാണ്, യോജിച്ച പേരുകൾ കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് അവിടെ തന്നിട്ടുള്ളത് ഇത്തരത്തിൽ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇത് മക്കൾ മിസ് ആൻസറാണ് കാണിക്കുന്നത് കേട്ടോ. ഈ 5 ചിത്രങ്ങളാണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു, അവയുടെ പേരുകളൊക്കെ സൈഡിൽ ഒരു ബോക്സിൽ തന്നിട്ട് ആ ബോക്സിൽ നിന്ന് ഓരോന്നിൻ്റെ പേര് ഏതാണെന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേതാണ് മക്കളെ ഫസ്റ്റ് വൺ. മക്കൾ ഇത്രയും ടീച്ചർ തന്നിട്ടുള്ള ഈ ചിത്രങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ ചിത്രങ്ങൾ തരികയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് ഏതാണ് കലാരൂപം എന്നത് കണ്ടെത്തി അതിൻ്റെ പേര് എഴുതാനായിട്ട് പറ്റണം. ടീച്ചർ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് തന്നതാണ് തെയ്യം, പിന്നെ ഏതാണ് കഥകളി, കുമ്മാട്ടിക്കളി, മോഹിനിയാട്ടം, പടയണിയിലെ ചിത്രങ്ങൾ നന്നായിട്ട് മനസ്സിലേക്ക് പതിപ്പിച്ച മക്കളെ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടീച്ചറിവിടെ കാണിക്കാം. അതാട്ടോ തെയ്യം, കഥകളി, കുമ്മാട്ടിക്കളി, അതുപോലെ തന്നെ മോഹിനിയാട്ടം, പടയണി. ചിത്രങ്ങൾ മാത്രമാണ് നമുക്ക് തന്നത്. അതിൻ്റെ പേര് ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലാരൂപമാണ്. മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ തിരുവാതിര അതുപോലെ തന്നെ ഒപ്പനയൊക്കെ തന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്ത മക്കൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കാണാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. കലാരൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് ദി പെയേഴ്സ് ആണ് കേട്ടോ, അതായത് ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തുള്ളത് നമുക്ക് ആദ്യം വായിക്കാം. ജയദേവൻ എന്നതാണല്ലേ, ജയദേവൻ. പിന്നെ അതുപോലെ തന്നെ ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ, ദെൻ ഇരിയമ്മൻ തമ്പി, പിന്നെ കുഞ്ചൻ നമ്പ്യാർ, സ്വാതി തിരുനാൾ അല്ലേ. ദെൻ നെക്സ്റ്റ് കോളത്തിൽ തന്നത് എന്താ, കേരളാസ് ഗോൾഡൻ ഏജ് ഓഫ് മ്യൂസിക്, അതായത് കേരള സംഗീതത്തിൻ്റെ സുവർണ്ണ കാലഘട്ടം. പിന്നെ ഓമന തിങ്കൾ കിടാവോ അല്ലേ, ഓമന തിങ്കൾ കിടാവോ. അതുപോലെ ഫേമസ് മ്യൂസിഷ്യൻ, അതായത് പ്രശസ്തനായ സംഗീതജ്ഞൻ. ദെൻ ഓട്ടം തുള്ളലെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഗീതാ ഗോവിന്ദം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ആളുകളും ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതിലോട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ജയദേവൻ എന്നുള്ളത് ഏതാണ് മക്കളെ, ജയദേവൻ എന്നുള്ളത് ഗീതാ ഗോവിന്ദത്തിലോട്ടാണ് വരുന്നത് കേട്ടോ. ജയദേവൻ, ഗീതാ ഗോവിന്ദം. ദെൻ പിന്നെ ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്ന ഫേമസ് മ്യൂസിഷ്യൻ ആണ് കേട്ടോ, ഫേമസ് മ്യൂസിഷ്യൻ ആണ് അദ്ദേഹം. അപ്പോൾ അതിലേക്ക്, അതായത് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ് ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്നത്. പിന്നെ ഇരിയമ്മൻ തമ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്, ഓമന തിങ്കൾ കിടാവോ എന്നതിലേക്ക് വരും. ഇതിന് കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം എന്താണ് മക്കളെ, കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ തന്നെയാണ്. ദെൻ ലാസ്റ്റ് സ്വാതി തിരുനാൾ, കേരളാസ് ഗോൾഡൻ ഏജ് ഓഫ് മ്യൂസിക്കിൽ, അതായത് കേരള സംഗീതത്തിൻ്റെ സുവർണ്ണ കാലഘട്ടമാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ആളുകളും ഏത് ഭാഗമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മക്കൾക്ക് നല്ലൊരു ധാരണ വേണം. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഇതിൽ ഇനി ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചിലത് കിട്ടാത്തതുണ്ട്. അതായത് ആദ്യത്തെ ജയദേവൻ അതുപോലെ തന്നെ അങ്ങനെ കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെന്ത് ചെയ്യുക, അത് അവിടെ മാറ്റി വെച്ച് ആദ്യം നിങ്ങൾക്ക് അറിയുന്നത് മാച്ച് ചെയ്യുക. അവിടെ ഇരിയമ്മൻ തമ്പി, കുഞ്ചൻ നമ്പ്യാർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതൊക്കെ നിങ്ങൾക്ക് ആൻസർ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറിയുന്നത് ആദ്യം മാച്ച് ചെയ്തതിന് ശേഷം അറിയാത്തത് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 5 കേട്ടോ, മാനത്തേക്ക് എന്നതാണ് അടുത്തൊരു പ്രവർത്തനം പറയുന്നത്. ഇതായിരുന്നു ടീച്ചർ നേരത്തെ പറഞ്ഞത്. ഫുൾ മൂണ്, ന്യൂ മൂണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പൗർണമിയും അമാവാസ്യയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ചിത്രീകരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യന് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. നോക്കിക്കേ, റെപ്രസെൻറ്റ് ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ബൈ ഡ്രോയിങ് ദി എർത്ത് ആൻഡ് ദി മൂൺ ഇൻ ദി കറക്റ്റ് പൊസിഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രനെയും ഭൂമിയും വരച്ച് ചേർത്ത് അമാവാസി, പൗർണമി എന്നിവ ചിത്രീകരിക്കുക. അപ്പം ഫസ്റ്റ് ഉള്ളത് ഫുൾ മൂൺ ആണ്, പൗർണമിയാണ്. ദെൻ അമാവാസിയിലെ ന്യൂ മൂൺ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചന്ദ്രനെയും ഭൂമിയെയും വരച്ച് ചേർത്തിട്ട് അത് ചിത്രം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിക്കുക മക്കളെ, പൗർണമിയിൽ ഇതേ രീതിയിലാണ് വരിക കേട്ടോ. ആദ്യം എന്ത് വരും, സൺ, അത് നമുക്ക് അവിടെ തന്നിട്ട് പിന്നെ ഇതാണ് എന്ത് വരുന്നത്, എർത്ത് വരുന്നത് കേട്ടോ. ഇതാണ് സെൻറ്ററിൽ ഇവിടെ ഇതെന്താണ്, എർത്താണ് വരുന്നത്. അതിനെ ചുറ്റിയിട്ട് എന്തുണ്ട് മക്കളെ, നമ്മുടെ മൂണുണ്ട് അല്ലേ, ഇതാണ് ചന്ദ്രൻ വരുന്നത് കേട്ടോ. അപ്പം ഏത് ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ അമാവാസിയാണ്. അപ്പോൾ നോക്കിക്കുക, അമാവാസിയിൽ വരുന്ന മാറ്റം ചിത്രീകരണം നോക്കട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 പിക്ചറും. അമാവാസിയും പൗർണമി വളരെ സിമ്പിൾ അല്ലടാ, വരച്ച് വേഗം തന്നെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് വരച്ച് പഠിച്ചോളൂ. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതാണ്, വെറുതെ ആ ഒരു മാർക്ക് നമുക്ക് കളയേണ്ട. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. വി കനോട്ട് സീ ദി മൂൺ ഓൺ ദി ന്യൂ മൂൺ ഡേ എന്നാണ് പറയുന്നത്. അതായത് അമാവാസി ദിവസം ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, പ്ലാനറ്റ്സ് ആർ ലൂമിനേറ്റിംഗ് ഹെവൻലി ബോഡീസ് അല്ലേ, അതായത് ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. ദെൻ ഇൻ ഫുൾ മൂൺ ഡേ ദി ഇല്ലുമിനേറ്റഡ് പാർട്ട് ഓഫ് മൂൺ ഈസ് ഫുള്ളി വിസിബിൾ, അതായത് പൗർണമി ദിവസം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ട് കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ദെൻ സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് റവല്യൂഷൻ അല്ലേ, ഭൂമി സ്വയം കറങ്ങുന്നതാണ് പരിക്രമണം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ ആൻസേഴ്സ് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. നോക്കിക്കാൻ മക്കളെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത്? ഒന്ന്, അമാവാസി ദിവസം ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല അല്ലേ, അമാവാസി ദിവസം ചന്ദ്രനെ തീരെ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളത് കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഭൂമിയുടെ ഉപഗ്രഹത്തിന് ടിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് സൂര്യൻ, വ്യാഴം, ചന്ദ്രൻ, ചൊവ്വ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് മക്കളെ? ചന്ദ്രനാണ് വരുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ EVS റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1ലും അതുപോലെ തന്നെ ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫുൾ മൂൺ ഡേ അതുപോലെ തന്നെ ന്യൂൺ മൂൺ ഡേ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ അറിഞ്ഞിരിക്കുക. പിന്നെ കലാരൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവയുടെ പേരുകളും പ്രത്യേകതകളും അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് EVS റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിക്കാം. EVS പ്രത്യേകം പറയാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇനിയും നമ്മൾ EVS റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നേരത്തെ ലഭിക്കാനായിട്ട് മക്കൾ എന്ത് ചെയ്യും? നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ 89 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യം മക്കൾ മറക്കേണ്ട കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.